ഫാമിലി ഞാനിന്നേ നമുക്കിവിടെ കരിമുകള് മീനൊക്കെ അത്ര ഫ്രഷ് വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കൊച്ചിയിലായിരുന്നല്ലോ കുറെ കാലം. അപ്പൊ കൊച്ചിയിലേക്ക് പോയി. പൈസ പോയാലും കുഴപ്പമില്ലാന്ന് കരുതി കുറച്ച് മീനും പിന്നെ ഡക്ക് കിട്ടിയായിരുന്നു. ഡക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതില് ചില ആൾക്കാർക്കൊക്കെ ഞാൻ മേടിച്ച മീൻ പലതും ശരിയാക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. എന്താണല്ലോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ലൈറ്റ് മാറുന്നതനുസരിച്ച് വേറെ വേറെ കളർ കാണിച്ചു തരാം കേട്ടോ. കൊച്ചി പോയപ്പോ മേടിച്ചത് ഈ ചെറിയ നങ്ക് കണ്ടിട്ടുണ്ടോ, മാന്തൽ എന്നൊക്കെ പറയും, ചെറിയ മാന്തല്. പിന്നെ കുറച്ച് ചെമ്മീൻ, പിന്നെ കണമ്പ് എന്നൊക്കെ പറയും മീനമ്പ. എല്ലാരും പറയുന്നത് എന്താന്ന് എനിക്കറിയില്ല കേട്ടോ. കണമ്പ് വലിയ കുഴപ്പമില്ലാത്ത മീൻ കിട്ടിയിട്ടുണ്ട്, ഐസൊന്നും ഇടാത്തയാണ്. പിന്നെ ഉള്ളതാണ് ടാസ്ക്. ഇത് ഞണ്ടാണ്. ഞണ്ട് ഞാൻ എങ്ങനെ നന്നാക്കണേ ഒന്ന് കാണിച്ചു തരട്ടെ. ചില ആൾക്കാർക്ക് ഞണ്ട് നന്നാക്കണമെന്ന് അറിയത്തില്ല. യൂട്യൂബിലൊക്കെ ഇത് അവൈലബിൾ ആണ്. പിന്നെ ഈ സാധനം കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, സ്രാവാണിത്. സ്രാവ് എന്ന് തന്നെയല്ലേ, ചൊറക് എന്നൊക്കെ പറയില്ലേ ചൊറക്. ഞങ്ങളവിടെ പറയുന്നത് സ്രാവ് എന്നാണ് കേട്ടോ. ഈ സ്രാവ് നന്നാക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ ഞണ്ട് നന്നാക്കണതും സ്രാവ് നന്നാക്കണതും മെയിനായിട്ട് ഞാൻ ഷീജക്കറിയില്ല കേട്ടോ. അപ്പൊ ഈ സ്രാവിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വെള്ളം ഒരു തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിളക്കുന്നതിന് തൊട്ട് മുമ്പ് അങ്ങോട്ട് ഓഫ് ചെയ്യുക. സ്രാവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞണ്ട് നന്നാക്കണതും മിക്കവാറും യൂട്യൂബിലൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ നന്നാക്കണ എങ്ങനെയെന്നൊക്കെ കാണിച്ചു തരണ്ടേ, ഞാൻ ചെയ്യുന്നൊക്കെ കാണിച്ചു തരണ്ടേ. അപ്പൊ ഇത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞണ്ട് നമുക്ക് ആദ്യം നന്നാക്കാം, അപ്പോഴേക്ക് സ്രാവിന്റെ വെള്ളം തിളക്കും കേട്ടോ. ഇത് നമ്മുടെ ഷെഡാണ് കേട്ടോ. നമ്മളൊരു ഇറക്കേരിയ പോലെ എല്ലാ സാധനങ്ങളും, പാത്രങ്ങളും, ഇതൊക്കെ വലിയ വലിയ പാത്രങ്ങളും മീനൊക്കെ കട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു കുഞ്ഞ് ഗ്യാസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡോഗിന്റെ ഫുഡൊക്കെ വേവിക്കാൻ ഇവിടെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്ത് നന്നാക്കാം, അപ്പോഴേക്കും അത് വേവട്ടെ കേട്ടോ. വേവട്ടെ എന്നല്ല, തിളക്കട്ടെ കേട്ടോ. ഞാനിപ്പോ ഇല്ലേ ഞണ്ടാണ് എടുക്കാൻ പോണേ കേട്ടോ. എന്റെ പപ്പയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു അറിവാണ്. പപ്പയ്ക്ക് ബോട്ടൊക്കെ ഉണ്ടായിരുന്നുള്ള ഈ നീലക്കാലുള്ള ഞണ്ട് നല്ലതെന്ന് പറഞ്ഞേക്കാം. ഇത് കടലിൽ നിന്നുള്ളതാണ്. അപ്പൊ ഞണ്ട് നമ്മൾ ചെയ്യുമ്പോ ശരിയാക്കി കഴിഞ്ഞിട്ട്, അതായത് നന്നാക്കി കഴിഞ്ഞിട്ടല്ല ഇത് കഴുകേണ്ടത്. അതായത് നന്നാക്കി കഴിഞ്ഞ് ഇത് കഴുകാനേ പാടില്ല. അപ്പൊ നമ്മൾ ആദ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. ഈ സാധനമൊക്കെ ഒന്നും ആവശ്യമില്ലാത്തതാണ്. ഇതൊക്കെ അത് കളയാതെ. ഇങ്ങനൊരു സാധനം കണ്ടിട്ടില്ലേ, ഇതൊക്കെ വെയിറ്റ് കൂടാനായിട്ട് ഉപയോഗിക്കണം. അപ്പൊ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഞണ്ട് നന്നാക്കാനായിട്ട് കേട്ടോ. ഷീജേ, എനിക്ക് ആ കട്ടിംഗ് ബോർഡും ഒരു കത്തിയും വേണം കേട്ടോ. നമ്മളെ വീതിയുള്ള കത്തിയില്ലേ, അതും വേണം. ഇത് കണ്ടോ, നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ആദ്യം മാറ്റണേ കേട്ടോ. നന്നായിട്ട് കഴിയണം കേട്ടോ. ഞണ്ടൊക്കെ നന്നാക്കാൻ അറിയാവുന്നവരുണ്ട്. പിന്നെ ഞാനിതിൽ നന്നാക്കുമ്പോൾ കുറെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിലൊക്കെയും പറഞ്ഞു തന്നോട്ടാ. അങ്ങനെയല്ല സാധാരണ, ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ അമ്മച്ചി കണ്ടപ്പോൾ പറഞ്ഞു തന്നത്. പറഞ്ഞു തരണ്ടേ, തരണം. അതോടെ ഞാൻ ആലോചിക്കണ ഒരു 10 ദിവസം കൂടുമ്പോഴൊക്കെ കൊച്ചി പോയി മീൻ മേടിക്കുന്നത്. കാരണം മീനിന്റെ മണമേ ഇല്ലാത്ത മീനാണ് ഇവിടെ വന്നത്. മീനിന്റെ മണം പോലും ഇല്ല. അപ്പൊ ഇത് കണ്ടോ, ഈ ഒരു പാത്രം മാറ്റി ഞാൻ അടുത്ത വെള്ളം ഒഴിച്ചിട്ടോ. വെള്ളത്തിൽ കിടന്നോട്ടെ, കുഴപ്പമില്ല. കൊരങ്ങച്ചൻ ഇത് ചെയ്യണുണ്ടോ, ഇന്നാണ് താഴെ പോയത്. അപ്പൊ വെള്ളത്തിൽ കിടക്കട്ടെ കേട്ടാ. ആ കത്രികയും കൂടി ഒന്ന് തന്നേക്കോ. കത്രിക വേണോ നിനക്ക് ഷീജമോൾ? ഈ മീൻ ഇവിടെ നിന്ന് അകത്തുനിന്ന് എടുത്തോട്ടാ നന്നാക്കണമെങ്കിൽ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ പരിപാടി. കത്തിയോ ഉപയോഗിക്കട്ടെ. ഞാനപ്പോ ഈ കുഞ്ഞിക്കാലുകളൊക്കെ ആദ്യമേ കട്ട് ചെയ്ത് കളയണ്ട. കട്ട് ചെയ്ത് കളയാൻ കത്രിയൊന്നും വേണ്ടതേ. ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ പോരും. കണ്ടോ, ദേ ഇങ്ങനെ വിളിക്കുമ്പോ തന്നെ സാധനം അങ്ങ് പോരുവാണ്. കാണാൻ പറ്റണ്ടല്ലോ അല്ലേ. ഇതൊക്കെ കുഞ്ഞിതാണ്. ചിലവർ ഈ കുഞ്ഞിക്കാല് എടുക്കുന്നവരുണ്ട് കേട്ടോ. ഈ കുഞ്ഞിക്കാലൊക്കെ എടുക്കുന്നവരുണ്ട്. ഇച്ചിരി പണിയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കഴിക്കാനുണ്ടാ. പണ്ടൊക്കെ പപ്പയ്ക്കൊക്കെ ബോട്ട് ഉണ്ടായിരുന്ന സമയത്തില്ലേ, എൻ്റെ ഒരു കുഞ്ഞിലുള്ള ഓർമ്മയുണ്ടാ, ഞണ്ടൊക്കെ കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ നന്നാക്കണവരല്ലേ ഇതിലുള്ള മാംസകഷ്ണം മാത്രം എടുക്കുള്ളൂ. എന്താണല്ലേ അഹങ്കാരികൾ. അപ്പൊ ഞാൻ ഈ കുഞ്ഞിനണ്ടിന്റെ, നീ കണ്ടോ, നമ്മളിപ്പിടി ചിറുക്കണ വശമാണ് ഇതിനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു.
കണ്ടോ, ഇതിപ്പോ ഇങ്ങനെ മതി. ഇത് വേണമെങ്കിൽ വലിയ കാലൊക്കെ ആണെങ്കിൽ ഇത് രണ്ടാക്കും, എന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടാണ് ഇടുന്നത്. ഇതിപ്പോ ഒന്നും ഇല്ല, പൊട്ടിക്കാനൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഇടുക. നിലത്തോട്ടോ കേട്ടാ, സോറിടാ, അവിടെ അഴുക്കൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. എന്നിട്ട് ദേ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ കിട്ടും. ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങ് നമ്മൾ കൈ വെച്ച് തന്നെ എടുക്കുക. കണ്ടോ, ഇങ്ങനെ തുറന്ന് കഴിയുമ്പോൾ ഈ സാധനം കളയല്ലേ. പിന്നെ ഇത് ഈ ചിറക് പോലത്തെ ഇരിക്കുന്ന സാധനം കണ്ടോ, ഈ ചിറക് ഇതങ്ങ് നമുക്ക് വേണ്ടാത്തതാണ്. ഈ സൈഡിലുള്ളത് കണ്ടോ, ഇതൊക്കെ അങ്ങ് വേണ്ട, ഇതങ്ങ് കളഞ്ഞേക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഈ ഒരു പാകത്തിൽ വേണമെങ്കിൽ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി, ഭയങ്കര കഴുകരുത്. ഇതിപ്പോൾ കുഞ്ഞുണ്ടായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യണില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ഇടാം. ഇനി ബാക്കി ഇവിടെ വെച്ച ഈ തോടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഇതിനെ ഞങ്ങളുടെ അവിടെ കളി എന്നൊക്കെ പറയും. ഇത് നമ്മുടെ ഞണ്ടിൻ്റെ മുത്താണെന്നാണ് പറയണത്. മുത്താടാ നീ എന്നൊക്കെ പറയില്ലേ, മുത്തുമണിയാണ്. അപ്പം ഇത് നമുക്ക് വേണം. ചിലതിങ്ങനെ കറുത്ത് ഭയങ്കരമായിട്ടൊക്കെ ഇരിക്കും, അത് എടുക്കണമെന്നില്ല കേട്ടോ. ഇത് നല്ലതാണെന്നാ പറയുന്നത്. ഇത് അങ്ങനെ ഇടുക. കഴിഞ്ഞു. കണ്ടോ, ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ ഞാൻ നന്നാക്കിയിട്ട് വരാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ കണ്ടതേ കണ്ടോ, കാലുകളൊക്കെ കളഞ്ഞു. ഇനി ഞണ്ട് നന്നാക്കാൻ അറിയും വെള്ളമൊന്നും പറയുന്നത്. ഇതൊക്കെ പറിച്ച് കളയാം. പിന്നെ ദേ ഞണ്ട്, അതിൻ്റെ കാലും കണ്ടോ, വലിയ കാല്. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ സാധനമൊക്കെ കളഞ്ഞു കേട്ടോ. അതൊക്കെ കൈ കൊണ്ട് തന്നെ കളയാവുന്നുള്ളൂ. എന്നിട്ട് വേണമെങ്കിൽ ഇത് ഈ സമയത്തൊന്ന് കഴുകിക്കോട്ടോ. ഓരോ സെക്ഷനിൽ കഴുകിയെടുക്കുക. പക്ഷെ ഇത് പീസാക്കിയിട്ട് കഴുകരുത്. ഇങ്ങനെ ഒന്ന് ഇച്ചിരി വെള്ളം പിടിച്ചതേ തുറന്ന് കിട്ടി. കണ്ടോ, തുറന്ന് കിട്ടി. സാധനം കളയരുത്. ഈ ചിറക് പോലത്തെ സാധനം കളയണം. ഉണ്ടല്ലോ, ഇതങ്ങ് പറിച്ചങ്ങ് കളഞ്ഞേക്കുക. ഇതെടുക്കുന്നവരുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനെടുക്കാറില്ല കേട്ടോ. റിയോന്റെ ഒച്ചപ്പാടാണ് ഈ കേൾക്കണത്. കണ്ടോ, ഇത് ഇച്ചിരി വലിപ്പമുണ്ട്. ഇത് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കഴുക്കൊന്നും കാണില്ല. അപ്പൊ അത് നേരെ കത്തി ഉണ്ടെങ്കിൽ കട്ടിങ് ബോൾ വെച്ചിട്ട് ഇത് കത്രികയാണ് കുറച്ചുകൂടി എളുപ്പട്ടോ. ഇതങ്ങ് കട്ട് ചെയ്ത് 2 പീസാക്കി എടുക്കാം. ഈ കാല് വലുതാണ് അത്യാവശ്യം. അപ്പൊ ഇതിന്റെ ഈ കടിക്കണ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. എനിക്ക് കത്രിക വന്നിട്ട് ഇങ്ങനെ അങ്ങ് ഒടിച്ചിട്ടാൽ മതി. ഇത് കുഞ്ഞായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു 2 തട്ട് ഒന്ന് പൊട്ടിച്ചിടണം, നല്ലതായിരിക്കും. കടിയന്മാരുടെ കൊമ്പൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ഒടിച്ചു ഇട്ടു. നമ്മുടെ മുത്താണേ. കണ്ടോ, ഈ മുത്തുകൾ അങ്ങനെ തന്നെ എടുത്തിട്ടേക്കാം. കേട്ടല്ലോ, ഇതിലൊന്നും അങ്ങനെ അഴുക്കോ ചീത്തോ ഒന്നുമില്ല. ഇതെടുത്ത് ഈ കിടക്കുന്ന സാധനം എടുത്ത് ഇനി കഴുകരുത് കേട്ടോ. പിന്നെ ഇത് ഫുള്ള് നന്നാക്കിയിട്ട് സ്രാവ് നന്നാക്കി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ കണ്ടോ, ചിലത് ഇങ്ങനെ കറുത്തൊരു സാധനം പോലെ കിട്ടും. അത് കളഞ്ഞേക്ക്, വലിയ റിസ്ക് എടുക്കണ്ടല്ലോ, അല്ല കയ്പൊക്കെ വന്നാലോ. അപ്പൊ ഞാനെന്തോ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞേക്കണം. നമ്മളിങ്ങോട്ട് എടുത്തിട്ടാൽ മതി. പക്ഷെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കണ്ടോ, ഞാൻ എടുത്തിടും കേട്ടോ. ഞണ്ട് ഞാൻ പൊട്ടിച്ചെന്നു പറഞ്ഞില്ലേ, ഇതിന്റെ ഒരു കാലാണ്. അതിങ്ങനെ ചുമ്മാ 2 തട്ട് കണ്ടെങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ടാൽ നല്ലതാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഞണ്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഞണ്ടിന്റെ വേസ്റ്റ് ആണ് ഏറ്റവും കൂടുതലുള്ളത്, ഞണ്ടിനേക്കാളും. സ്രാവിനെ കണ്ട, സ്രാവ് നല്ല വലിയ സ്രാവൊക്കെ കിട്ടും. ഇതിപ്പോ നമുക്കിതേ കിട്ടിയുള്ളൂ. കുഴപ്പമില്ല കേട്ടോ, ഫ്രഷാണ് കേട്ടോ. ഇതിന്റെ തലയുടെ പരിപാടി അത്ര വലുതായിട്ട് അറിയില്ല. എന്നാലും നമുക്ക് അറിയാവുന്നവരൊക്കെ ചെയ്യാം. നമുക്ക് അറിയാത്ത ആളൊന്നുമല്ലല്ലോ അവിടെ ഈ വെള്ളം തിളക്കണുള്ളൂ. ഏകദേശം തിളക്കാൻ വേണ്ടിയിട്ട് വന്ന പാകത്തില് ഞാൻ ഈ ചട്ടിനെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണത് ഈ സ്രാവുകളെല്ലാരും ഇതിൻ്റെ അകത്തേക്ക് ഇടും. കണ്ടല്ലോ, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ. പ്രിയോ, ഞാനിവിടെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവൻ കുരയാൻ തുടങ്ങും. കണ്ടോ, ഇതിനങ്ങോട്ട് വെള്ളത്തിലേക്ക് മുക്കാം. വലിയ സ്രാവൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇടാം. പക്ഷെ ഇത് ചെറുതല്ലേ, ഈ സൈസൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ഇടാം. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഉള്ള സൈഡിൽ കൂടി ഒഴിച്ച് കളയട്ടേട്ടോ. ഒരുപാടിട്ട് വേവിക്കണ്ട കേട്ടോ. ഞാനിത് ഇങ്ങനെ ഇട്ട് നമ്മളൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. കൈ പൊള്ളി ചാവണ്ടല്ലോ, കാണാൻ പറ്റണ്ടല്ലോ അല്ലേ. നമ്മുടെ ഷീജമോൾ അടിപൊളിയായിട്ട് കറിയൊക്കെ വെക്കും. എല്ലാ പണികളും നന്നായിട്ട് അറിയാട്ടോ. പക്ഷെ അപ്പൊ ഷീജമോള് വരെ പറഞ്ഞു എനിക്ക് സ്രാവ് നന്നാക്കാൻ അറിയില്ല.
ഷീജമോൾക്ക് വരെ സ്രാവ് നന്നാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ വേറെ വീഡിയോ ഒക്കെ നന്നാക്കുന്നതും. കാരണം നമ്മളെല്ലാവരും യൂട്യൂബിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ, എന്ത് ഡൗട്ട് ഉണ്ടായാലും അപ്പം തന്നെ യൂട്യൂബിൽ കയറി ചോദിക്കും. അപ്പം നമുക്ക് ഇവനങ്ങ് എടുക്കാം, ഒരാളെ ഇങ്ങനെ എടുക്കാം. അയ്യോ പൊള്ളണ്ടല്ലോടാ, ഇതേ തുണീൻ്റെ അടുക്ക സ്ലിപ്പായി പോണു. ഇതേ കണ്ടല്ലോ, ഇനി എടുത്തു. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതേ ഈ തൊലി കണ്ട, ഈ മേളിലത്തത് ഇതിങ്ങനെ വടിച്ച് വടിച്ച് കളയാം. അതേ കണ്ടോ, കറുത്തൊരു സാധനം തന്നെ ഉണ്ടോ, ഇതങ്ങ് വടിച്ച് കളയണം. കണ്ടല്ലോ, എല്ലാവരും വിചാരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ് സ്രാവ് എന്ത് കഴിഞ്ഞത്, അങ്ങനെയല്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേ ഇതില് എനിക്കിത് കറി വെക്കാനുള്ള പാത്രം കേട്ടോ, ഇതില് തണുത്ത വെള്ളം എടുത്ത് വെക്കണം കേട്ടോ. ഈ വടിച്ച സാധനം ഉണ്ടല്ലോ, വടിച്ചത് നമ്മളിങ്ങനെ വടിച്ച് തല അങ്ങ് കണ്ടിക്കുവാണ്ടേ, തല അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിച്ചെടുക്കുന്നത്. ഇവിടുന്ന് കുറച്ച് വേസ്റ്റേ ഉള്ളൂ സ്രാവിന്. നമ്മൾ ഈ തലയുടെ ഭാഗത്തുനിന്നൊക്കെ ഈ ചെതമ്പലും ഇതൊക്കെ അങ്ങനെ വലിയ കട്ട് ചെയ്യാനൊന്നുമില്ല. അതുള്ള ചെതമ്പലും ഇതൊക്കെ കളഞ്ഞ് തല ശരിക്കും പറഞ്ഞാൽ എടുക്കണവരില്ല കേട്ടോ. നമുക്കിത് ഇവിടെ നിന്ന് മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുടലും ചീത്ത സാധനങ്ങളൊക്കെ കിട്ടും. ഇതിൻ്റെ ലിവർ എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്, പക്ഷെ ഇത് എനിക്കറിയത്തില്ല, ഇതിൽ ഏതാണ് ലിവർ എടുക്കണം എന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് കളയണേ കേട്ടോ. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് ലിവർ എന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. അതെ, ഏകദേശം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇനിയിപ്പോൾ ഈ തിളച്ചുവെള്ളത്തിലേക്ക് ഞാൻ പൈപ്പ് വെള്ളം തുറന്നു വെച്ചാൽ അത് മതിയാവൂ, ഒരുപാട് ചൂട് വേണ്ടല്ലോ. ഈ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് കണ്ട, ഇത് കംപ്ലീറ്റ് പോയി, ഇനി ഒന്നുമില്ല. ഈ വെള്ള ഭാഗം കാണുന്ന സ്ഥലത്തും ഒന്ന് ഉരച്ചെടുക്കണം കേട്ടോ, ഇത്രയ്ക്കുള്ളൂ. അപ്പം തലാരും വെക്കൂല കേട്ടോ, തല വെച്ച് ഞാൻ കണ്ടിട്ടില്ല, എന്നാലും ഞാൻ വെച്ചു എന്നുള്ളൂ, തല കളയണ്ട. എന്നിട്ട് നമുക്കിതിനെ നമ്മളുടെ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് വലിയ ഇതൊന്നുമല്ലല്ലോ, അപ്പൊ നേരെ റൗണ്ടായിട്ട് തന്നെ കേട്ടോ കട്ട് ചെയ്തെടുക്കണേ. ഇത്തിരി ബലം പ്രയോഗിക്കേണ്ടി വരുന്നുണ്ട് മക്കളെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ സ്രാവ്. ഞാൻ പറഞ്ഞ എന്ന രീതിയിൽ തന്നെ വെക്കണം കേട്ടോ, എന്നാലേ ഞാൻ ഈ പറഞ്ഞ ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. ചേച്ചി പറഞ്ഞിട്ട് സ്രാവ് മേടിച്ചിട്ട് ഒരു കൂതറ ടേസ്റ്റ് ആണെന്ന് പറയരുത്. ഈ കട്ട് ചെയ്തതിനെ കൊണ്ടുപോയി തണുത്ത വെള്ളത്തിലേക്കാണ് ഇടണേ കേട്ടോ. അതെ, തണുത്ത വെള്ളത്തിലിട്ടു. നമ്മൾ അടുത്തത് എടുക്കുന്നു. അതെ, നന്നായിട്ട് വടിച്ച് വടിച്ച് പോകണുണ്ട്, അതിൻ്റെ വെളുത്ത് സുന്ദരനായിട്ട് വരാണ്ട്. സ്രാവിൻ്റെ ഒരു സ്മെല്ലൊക്കെ വേറൊരു തരം സ്മെല്ലാണ്, പക്ഷെ ഇതിൻ്റെ കറി വെച്ച് കഴിഞ്ഞിട്ടുള്ള ടേസ്റ്റിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഈ സ്മെല്ലൊന്നും എനിക്ക് തോന്നുന്നു മീനുകളിൽ ഫ്രഷ് ആയിരിക്കണം എന്നൊരു ഗുണം ഇതുണ്ട്. ഫ്രഷ് അല്ലെങ്കിൽ ഈ സ്രാവിനെ പോലെ ഇത്രയും വൃത്തിയായിട്ട് ടേസ്റ്റുള്ള സാധനം വേറെ ഉണ്ടാവില്ല. പക്ഷെ ഫ്രഷ് ആണെങ്കിൽ ഈ പ്രസവമൊക്കെ കഴിഞ്ഞെടുക്കണവർക്ക് പണ്ടത്തെ അമ്മച്ചിമാര് സ്രാവ് പറ്റിച്ചത് കൊടുക്കും. എൻ്റെ കുടുത അങ്ങനത്തെ മീനുകളൊക്കെ പറ്റിച്ച് മീൻ പറ്റിച്ചൊക്കെ കൊടുക്കണതാണ് ഉണ്ടല്ലോ. തലേന നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇവിടെ നിന്ന് നമുക്കിതിൻ്റെ കുടല്, ഇതിന് വലിയ ഗ്ലാമറൊന്നും വേണ്ട, നിങ്ങൾ ഗ്ലാമറൊന്നും നോക്കണ്ട കേട്ടോ. നമുക്ക് ഇതിൻ്റെ കുടലൊക്കെ കളയണം, അത്രയേ ഉള്ളൂ ലക്ഷ്യം. പിന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടണം. കുടലൊക്കെ പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ആ ഒരു വൃത്തിയായിട്ട് ടേസ്റ്റ് വരും. കണ്ടോ, ഈ സുന പോലത്തെ വാളി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിനെ കട്ട് ചെയ്യട്ടോ. സ്ലിം ബ്യൂട്ടി ആയിട്ടുള്ള ഇതിനെയാണ് എനിക്ക് കിട്ടിയത്. ഇങ്ങനത്തെ പാട പോലെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് കളഞ്ഞേക്കണം. നല്ല വൃത്തിയാക്കണം. മീൻ എപ്പോഴും കഴുകി വൃത്തിയാക്കണതിലാണ് കാര്യമുള്ളത്. കേൾക്കാൻ പറ്റണ്ടല്ലോ, അതെ തണുത്ത വെള്ളത്തിലോട്ട് കൊണ്ടിട്ടു.
കാര്യം മനസ്സിലായല്ലോ. ഇനി ഇത് ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം കൂടി പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് ഇനി നന്നായിട്ട് ഇത് കഴുകി എടുക്കണം കേട്ടോ. നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ എനിക്ക് ഉടഞ്ഞൊക്കെ പോകുന്ന ആദ്യം നമ്മൾ ഇരിക്കുന്നത് ഈ വെന്തുപോലെ ആയല്ല, ഉടയൂല കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് വരും. ഇതിലേക്ക് വലിയ ഉരുളിയാണ് കേട്ടോ, കഴുകി ഇതാണ് കേട്ടോ. അതായത് ഞാനത് ക്ലീൻ ചെയ്ത് അത് ആദ്യത്തെ കഴുകലാണ്. രണ്ടാമത്തെ കഴുകലില് നമ്മളുടെ ഒരു മനസ്സമാധാനത്തിന് ഇച്ചിരി ഉപ്പും കല്ലുപ്പാണ് എടുക്കേണ്ടത്. മെയിൻ ഇതാക്കാൻ എപ്പോഴും കല്ലുപ്പാണ് നല്ലത്. ഇത് കല്ലുപ്പൊരു പിടിയിട്ട് നന്നായിട്ട് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങൾ കാണാൻ പറ്റുള്ളൂ അല്ലേ. നന്നായിട്ട് ഇങ്ങനെ ഇട്ട് കറക്കി 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 അടിപൊളി ഉള്ള സൗകര്യത്തിലൊക്കെ ചെയ്യട്ടെ കേട്ടോ. നന്നായിട്ട് കഴുകി മാറ്റണം. എൻ്റെ അപ്പനൊക്കെ പണ്ട് പറയും, ഫ്രഷ് ആയിട്ടുള്ള മീനിനെ കഴുകി 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 ഉള്ള ഇത് കളഞ്ഞു. പണ്ടത്തെ ആൾക്കാർക്ക് അത് പറയാം, നല്ല ഫ്രഷ് ആയിരിക്കുമല്ലോ മീനൊക്കെ. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇതിൽ വെള്ളം ഒഴിച്ചിട്ടോ. 2 കഴുകലും കഴിയട്ടുള്ളൂ. 1 ഉപ്പിട്ട് കഴുകി ഉണ്ടല്ലോ. ഇതിൽ ഇച്ചിരി വിനീഗറോ വിനാഗിരി ചൊറുക്ക എന്നൊക്കെ പറയില്ലേ, വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞതോ ഇട്ട് വെക്കുക. ഉണ്ടോ, ഇതിൽ നിന്നാണ് നമ്മളെടുത്ത് കറി വെക്കാൻ പോണത്. ഇനി കറി വെക്കാനുള്ള സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തെ കിച്ചണിലോട്ട് പോവാം. സ്രാവും ഞണ്ടും ഒക്കെ നന്നാക്കിയിട്ടുണ്ട്. സ്രാവ് ഞാൻ കറി വെക്കുന്ന വീഡിയോ ഇട്ടേക്കാവേ, അല്ലെങ്കിൽ അതും കൂടി ആവുമ്പോൾ ഒരുപാട് നീണ്ടു പോണ വീഡിയോ. അപ്പോൾ പാർട്ട് 2 ആയിട്ട്, പാർട്ട് 2 എന്നല്ല, സ്രാവ് കറി വെക്കുന്ന തമ്മിലൊക്കെ പറയാൻ പറ്റുമല്ലോ, കറി വെക്കുന്ന രീതി ഞാൻ 2ാമത്തെ പാർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അത് കണ്ടേക്കണേ.